ഹായ് എല്ലാവർക്കും ഒരു കുട്ടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി പൂച്ചക്കുളിയുടെ വിശേഷങ്ങളാണ്. ഇതാണ് നമ്മുടെ കൂലി. മഹാ അലമ്പനാട്ടോ, രക്ഷയില്ല. ഇവന് നമ്മൾ മന്ത്ലി 2 times നമ്മൾ കുളിപ്പിക്കും. ഇന്ന് ഇവൻ്റെ കുളി വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ഇല്ലെങ്കിൽ അവൻ ഫുള്ള് ഡ്രസ്സിൽ മൊത്തം ചെളിയ വെള്ളം തെറിപ്പിക്കും. പൂച്ചയല്ലേ, മൊത്തം കുളിക്കാൻ അവൻ ഓൾറെഡി താല്പര്യമില്ല കുളിക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നു. ഇനി നമുക്ക് അവൻ്റെ സാധനങ്ങൾ എടുത്തു വെക്കണം. അവൻ്റെ ഷാംപൂ, ടവൽ, ഹെയർ ഡ്രയർ, പിന്നെന്താ കോമ്പ്, ഇതൊക്കെ നമുക്ക് എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ അവൻ ഫുള്ള് അത് കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് അതെടുക്കാനായിട്ട് നമ്മൾ പോയി കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ വഴിക്ക് ഓടിപ്പോവും. അവനെ ഫുൾ എന്നെയും കൂടെ നനയ്ക്കും. പുളി നമ്മൾ യൂസ് ചെയ്യുന്നവൻ്റെ കോമ്പിങ്ങിൻ്റെ അവൻ്റെ പാത്രം. ഒന്നിൽ നമ്മൾ ഡ്രൈ ഫുഡ് ഇട്ട് കൊടുക്കും, ഒന്നിൽ നമ്മൾ വെറ്റ് ഫുഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഉപയോഗിക്കുള്ളൂ കേട്ടോ. അവൻ കാരണം വെള്ളം കുടിക്കില്ല, അവന് മെയിനായിട്ട് പാല് മാത്രം മതി. അതുകൊണ്ട് നമ്മൾ പാല് വേറൊരു പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അവന് ഡ്രൈ ഫുഡിനോട് വലിയ താല്പര്യമില്ല, പക്ഷെ അവന് കൂടുതൽ ഇഷ്ടം വെറ്റ് ഫുഡാണ്. പക്ഷെ വെറ്റ് ഫുഡ് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രൈ ഫുഡും പിന്നെ കുറച്ച് വെറ്റ് ഫുഡുമായിട്ട് നമ്മൾ മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. ഒരു 2-3 പാക്കറ്റ് മേടിച്ചുള്ളൂ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതൊന്ന് ഫസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായി. ഇന്നലെ നമ്മളിത് ഇട്ട് കൊടുത്തായിരുന്നു, അവനത് ഭയങ്കര ഇഷ്ടമാണ്, അവൻ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഇന്ന് ഉച്ചക്കത്തെ മീൽസ്. നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, ഡ്രൈ ഫുഡുണ്ട്, ദെൻ വെറ്റ് ഫുഡുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവൻ്റെ വെറ്റ് ഫുഡാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മൾ ഒത്തിരി കൊടുക്കാൻ പാടില്ല. ഇന്നത്തെ ദിവസത്തേക്കുള്ള ഫുൾ മീലാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നത്. അവനത് ടൈം എടുത്ത് കഴിച്ചോളൂ. നമ്മുടെ കൂലി അങ്ങനെ കുളിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്. ഷാമ്പൂ ഒക്കെ ഇട്ട് നമ്മൾ ഫുള്ള് ഡ്രൈ ഒക്കെ ചെയ്ത് ഫുള്ള് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.